മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിജയലക്ഷ്മിയുടെ മൃതദേഹം ഈ പരിശോധനയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഇതിന്റെ ദുർഗന്ധം ഉൾപ്പെടെ വമിക്കുന്നുണ്ട്. ആ രീതിയിൽ മൃതദേഹം കണ്ടെത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്ഥലം എന്ന് പറയുന്നത് ജയചന്ദ്രൻ താമസിച്ചു വരുന്ന അല്ലെങ്കിൽ വിജയലക്ഷ്മിയുടെ കൊലപാതകം നടന്ന വീടിന് തൊട്ടുപുറകിലായി ഒരാളൊഴിഞ്ഞ ഭാഗമുണ്ടായിരുന്നു. ഇവിടെയാണ് ഇത്തരത്തിൽ വിജയലക്ഷ്മിയുടെ മൃതദേഹം കുഴിച്ചു മൂടിയത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ വന്നിരുന്ന വിവരം വിജയലക്ഷ്മിയുടെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജയചന്ദ്രന്റെ വീടിന് സമീപത്തുള്ള നിർമ്മാണം നടക്കുന്ന മറ്റൊരു വീട്ടിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ വാദം തെറ്റാണ്, അല്ലെങ്കിൽ ജയചന്ദ്രൻ ആദ്യം നൽകിയ മൊഴി തെറ്റാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്ന ഈ ഭാഗത്ത് തന്നെയാണ് മൃതദേഹം കുഴിച്ചു മൂടിയത് എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഫോറൻസിക് ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം ഗസ്റ്റഡ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി ഈ പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും മൃതദേഹം കണ്ടെത്തി എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ആ രീതിയിൽ മൃതദേഹത്തിന്റെ അല്ലെങ്കിൽ മൃതശരീരത്തിന്റെ ദുർഗന്ധം ഇപ്പോൾ വമിക്കുന്നുണ്ട്. ആ രീതിയിൽ മൃതദേഹം കണ്ടെത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള നടപടികളാണ്. എത്രയും വേഗം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ഈ വീട്ടിനകത്ത് വെച്ചായിരുന്നു ജയചന്ദ്രന്റെ തെളിവെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിനകത്ത് വെച്ച് ഈ കൊലപാതകം ഏത് രീതിയിലാണ് നടത്തിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജയചന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിശദീകരിച്ചു. 6-ാം തീയതിയാണ് വിജയലക്ഷ്മി ജയചന്ദ്രന്റെ അമ്പലപ്പുഴയിലെ വീട്ടിലെത്തുന്നത്. ശേഷം രാത്രി വരെ ഈ വീട്ടിലുണ്ടായിരുന്നു. രാത്രിയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. അത് മറ്റൊരു ആൺസുഹൃത്തിന്റെ പേരിലാണ് ഈ തർക്കത്തിന് തുടക്കമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ആ രീതിയിൽ വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ മറ്റൊരാളുടെ പേരിൽ തർക്കമുണ്ടാകുന്നു. പിന്നീട് ഈ തർക്കം വലിയ തർക്കമാകുന്നു. ശേഷം കൊലപാതകത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. ജയചന്ദ്രൻ വിജയലക്ഷ്മിയുടെ തലയ്ക്ക് ഇത്തരത്തിൽ പ്ലെയർ ഉപയോഗിച്ച് മാരകായുധം ഉപയോഗിച്ച് അടിച്ച ശേഷം കൊലപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് ലഭിച്ച വിവരം. ആ രീതിയിൽ കൊലപ്പെടുത്തി മൃതദേഹം സമീപത്തെ പറമ്പിൽ കുഴിച്ചുമൂടി എന്നുള്ളതാണ്. അതായത് ജയചന്ദ്രന്റെ വീടിന് പുറകുവശത്തെ ഒഴിഞ്ഞ ഭാഗമുണ്ട്. ആ രീതിയിൽ ആ ഭാഗത്ത്, അതായത് മനു എന്നയാളുടെ സ്ഥലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരാഴ്ച മുമ്പോ മറ്റോ ഇവിടെ തറക്കല്ലിടൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ടായിരുന്നു. മനു ഇവിടെ വീടെടുക്കാനോ മറ്റോ ആണ് ഈ സ്ഥലം വാങ്ങിയത്. ആ രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ട കൂടി സ്ഥലമായിരുന്നു ഇത്. പക്ഷേ അവിടെയാണ് ഈ മൃതദേഹം മറവ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വിവരം. അവിടെ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം പരിശോധിച്ചതും ഈ മൃതദേഹം കണ്ടെത്തിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. സുജയ, ജയചന്ദ്രന്റെ വീടിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺക്രീറ്റ് ഇട്ട് മൂടുക, അപ്പോൾ ആസൂത്രിതമായി സാഹചര്യം അടക്കം ഒരുക്കിയാണ് അവിടേക്ക് ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ വിളിച്ചു വരുത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ ശരത്? ഇപ്പോൾ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്ന്. അപ്പോൾ ആസൂത്രിതമായി വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് നിശ്ചയമായും കരുതാമല്ലോ. ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു പോലീസ്. കട്ടിംഗ് പ്ലെയർ കൊണ്ട് തലയ്ക്കടിച്ച് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തി. അപ്പോൾ കൊല നടത്തിയെന്ന് ജയചന്ദ്രൻ മൊഴി നൽകിയ, അല്ലെങ്കിൽ കുഴിച്ചിട്ടുവെന്ന് ജയചന്ദ്രൻ മൊഴി നൽകിയ സ്ഥലത്തു നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ദിലീപ് ദേവസ്യ, കേൾക്കാമോ? കേൾക്കാം സുജിയ. ദിലീപ്, ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്ന് വ്യക്തമാവുകയല്ലേ? സുജിയ, അതിക്രൂരമായ കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പോലീസ് നേരത്തെ തന്നെ അക്കാര്യത്തിൽ ഉറച്ചു നിന്നിരുന്നു. കാരണം ഈ കൊലപാതകം നടത്തിയ ശേഷമുണ്ടായ പ്രതിയുടെ നീക്കങ്ങൾ തന്നെ ഒരു ദുരൂഹത നിറഞ്ഞ നീക്കങ്ങളായിരുന്നു. പോലീസിനെ തന്നെ വെട്ടിച്ചു കടക്കാമെന്നുള്ള ഒരു ധാരണ, ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിപ്പോരാമെന്നുള്ള ധാരണ പോലീസിന് ഈ പ്രതിക്കുണ്ടായിരുന്നു. പ്രതിയായ ജയചന്ദ്രൻ ഉദ്ദേശിച്ചിരുന്നത് ഇതൊരു മാൻ മിസ്സിംഗ് ആയി കണക്കാക്കും എന്നുള്ള തരത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കരുതൽ. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല പോലീസിൻ്റെ അന്വേഷണം നടന്നത്.
പരാതി ലഭിച്ചത് 13-ാം തീയതിയായിരുന്നു കേസിന്. പക്ഷേ ഇതിൽ ആരാണ് പരാതി നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടുകാർക്കൊരു വ്യക്തതയില്ല. പോലീസ് പറയുന്നത് ഒരു ബന്ധുവാണ് പരാതി നൽകിയത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ സ്ത്രീ ഒറ്റയ്ക്ക്, അതായത് വിജയലക്ഷ്മി ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ കഴിഞ്ഞു പോകുന്നിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ജയചന്ദ്രൻ ഈ വീട്ടിൽ വന്നു പോകുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യത്തെക്കുറിച്ചും അറിയില്ല. പക്ഷേ ആരും തന്നെ ഈ വീട്ടിൽ ഇവരെ അന്വേഷിച്ച് എത്താറില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒരു ബന്ധു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് 13-ാം തീയതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുകയുണ്ടായത്. മൊബൈൽ ഫോൺ ലൊക്കേറ്റ് ചെയ്തപ്പോഴാണ് മൊബൈൽ ഫോണിൽ നിന്ന് അവസാനമായി ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ അവസാനമായി ലഭിച്ചിരിക്കുന്ന കോൾ ഈ ജയചന്ദ്രൻ്റേതാണെന്ന് പോലീസ് മനസ്സിലാക്കുകയും ജയചന്ദ്രനിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്.